സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ടല്ല ആഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളെ സിലബസ് നമുക്ക് എല്ലാ എക്സാമിനും സിലബസ് തരികയാണെങ്കിലും അതിൻ്റെ താഴെ ഒരു നോട്ട് ഉണ്ടാവും അല്ലേ, പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അല്ലേ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ സെക്ഷനിലേക്ക് കടന്നാലോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തും നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയയിലൂടെ എന്തായാലും ഒന്ന്, നിങ്ങൾക്ക് ചിലപ്പം പഠിച്ച കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വരുമ്പോഴേക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ നിന്ന് വിട്ടുപോയതായിരിക്കാം അല്ലേ. അപ്പം വേഗം പോയിട്ട് അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ക്ലിയർ ആക്കി വെക്കുക. നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് ആയിരിക്കണം അല്ലേ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വിച്ച് കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ എർത്ത് ഗീവ്സ് പ്ലാസ്റ്റിസിറ്റി ടു മൗൾഡ് ബ്രിക്ക് ആണ് അല്ലേ. ഫസ്റ്റ് നമ്മൾക്ക് ബ്രിക്ക് എന്നുള്ള ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ബ്രിക്കിൽ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ലൈം ആണ്, ഓപ്ഷൻ ബി മഗ്നീഷ്യ, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി അലൂമിന അല്ലേ. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് നമ്മളെ ബ്രിക്കിൽ വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ. ബ്രിക്കിൽ ഇൻഗ്രീഡിയൻസ് വരുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സാലിം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. S4 സിലിക്ക, അതുപോലെ തന്നെ A4 എന്താണ്, A4 അലൂമിന അല്ലേ, A4 അലൂമിന ആണ്. L4 ലൈം ആണ്. പിന്നെ അതുപോലെ തന്നെ I4 അയേൺ ഓക്സൈഡ് ആണ് അല്ലേ, അയേൺ ഓക്സൈഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ M4 മഗ്നീഷ്യം ആണ് അല്ലേ, M4 മഗ്നീഷ്യം ആണ് വരുന്നത്. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെയാണ് നമ്മളെ ബ്രിക്കിൽ വരുന്നത് എന്നുള്ളത്, അതിൻ്റെ പെർസെൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്കിന് എന്ത് സംഭവിക്കും, ഇത്രയും കാര്യങ്ങളാണ് അല്ലേ നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. അപ്പം ഫസ്റ്റ് നമ്മളെ ബ്രിക്കിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രിക്കിൽ ആഡ് ചെയ്യുന്നത് ഏതാണ്, സിലിക്ക ആണ് അല്ലേ. സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണ്, ഒരു സിംഗിൾ വാല്യൂ പറയുകയാണെങ്കിൽ 60% എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു ബ്രിക്കിലേക്ക് സിലിക്ക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിക്കിനെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ബ്രിക്കിനെ ഹാർഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, റാപ്പിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷ്രിങ്കിങ് ഓൺ ഡ്രൈയിങ്ങിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം എന്തൊക്കെയാണ് സിലിക്കേണ്ടത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചതായിരിക്കാം, ഒന്നുകൂടെ മനസ്സിലാവാത്തവരൊന്നുകൂടെ ക്ലിയർ ആക്കുക. അപ്പം സിലിക്ക 60% ആണ് നമ്മൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, മേക്ക് എ ബ്രിക്ക് ഹാർഡ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ടതെന്ന് എന്താണ്, ഇറ്റ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം റാപ്പിംഗ് ആൻഡ് ഷ്രിങ്കിങ് ഓൺ ഡ്രൈയിങ് അല്ലേ. അപ്പം അത് ഓർത്ത് വെക്കുക, പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം റാപ്പിംഗ് ആൻഡ് ഷ്രിങ്കിങ് ഓൺ ഡ്രൈയിങ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സിലിക്കേൻ്റെത് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അലൂമിനിയാണ് അല്ലേ. അലൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്, സിംഗിൾ വാല്യൂ പറയുകയാണെങ്കിൽ നമുക്കൊരു 20% എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇത് ബ്രിക്കിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്ലാസ്റ്റിക് ആക്കേണ്ടിയിട്ട്, ആ ഒരു പ്ലാസ്റ്റിസിറ്റി കൊടുക്കേണ്ടിയിട്ടാണ് അല്ലേ. പ്ലാസ്റ്റിസിറ്റി ആക്കേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അല്ലേ ഈ ഒരു അലൂമിന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിക്കിലേക്ക് ആഡ് ചെയ്യുന്ന അലൂമിന എന്ന് പറയുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലൂമിനയാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പം എന്താണ് അലൂമിന എന്ന് പറയുന്നത്, അലൂമിന ഈസ് എ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അല്ലേ, മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. അതുപോലെ നമ്മൾ വാട്ടർ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്, ക്ലേയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പ്ലാസ്റ്റിക് ആക്കിയിട്ടില്ലേ, പ്ലാസ്റ്റിക് ഫോമിലേക്ക് ആക്കേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അലൂമിന എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത് കാരണം നമുക്ക് ബ്രിക്കിനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് മൗൾഡിലിട്ടിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പം ആ ഒരു കാര്യം തന്നെയാണ് ഗീവ്സ് പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത് ഓർത്ത് വെക്കുക, ഗീവ്സ്
പ്ലാസ്റ്റിസിറ്റി അല്ലേ. അപ്പം ഇതാണ് നമുക്ക് അലൂമിനിയയിൽ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? ലൈം അല്ലേ. ലൈം എത്രയാണ്? ലൈമിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 5% ആണ്. ഷുഡ് നോട്ട് എക്സീഡ് 5% എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈൻഡ് ദ പാർട്ടിക്കിൾസ് ടുഗദർ. അതുപോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? പ്രിവെൻറ്റ് ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്സ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് മെഗ്നീഷ്യ നോക്കാം. മെഗ്നീഷ്യ ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഗിവ്സ് യെല്ലോ ടിൻറ്റ് ടു ബ്രിക്ക് ആണ് അല്ലേ. ഗിവ്സ് യെല്ലോ ടിൻറ്റ് ടു ബ്രിക്ക് ആണ്. അയൺ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രിക്കിൻ്റെ കളർ കൊടുക്കുന്നത് അല്ലേ, അത് അയൺ ഓക്സൈഡ് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് ഓഫ് ബ്രിക്കിൽ നോക്കാനുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ ദ എർത്ത് ഗിവ്സ് പ്ലാസ്റ്റിസിറ്റി ടു മൗൾഡ് ബ്രിക്ക് അല്ലേ. ഏതാണ് പ്ലാസ്റ്റിസിറ്റി കൊടുക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അലൂമിനിയാണ് ആൻസർ വരുന്നത്. അപ്പം നോക്കി വെക്കാം. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ആൻസർ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റാങ്ക് ആണല്ലേ മാറുന്നത്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയണം. അത് കൂടാണ്ട് നിങ്ങൾ എക്സ്ട്രായും പഠിച്ചിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണല്ലേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞിട്ടുള്ളത് എന്താണ്? The distance from the optical center to the principal focus of a lens. അപ്പം അതിനെന്താണ് പറയുക? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് റേഡിയസ് ഓഫ് കർവ് ആണ്. ഓപ്ഷൻ ബി ഫോക്കൽ ലെങ്ത്. ഓപ്ഷൻ സി ഫോക്കസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ ലെൻസ്. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അപ്പം ഫോക്കൽ ലെങ്ത് അല്ലേ. ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊരു നോട്ട് മാത്രം ഞാൻ എഴുതി തരാം. ഫോക്കൽ ലെങ്ത് അല്ലേ. എന്താണ് ഫോക്കൽ ലെങ്ത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് ദ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് where all the rays pass through. After refracting from the lens when the rays are traveling parallel to the principal axis. അപ്പം ഇതാണ് നമുക്ക് ഫോക്കൽ ലെങ്തിനെ റിലേറ്റ് ചെയ്തിട്ട് നോക്കാനുള്ളത്. ഒരു നോട്ടും കൂടെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെ എഴുതാം. വൈൽ the optical center is the point on the principal axis from where the rays pass through without being deflected. അപ്പം അത് കുറച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നോട്ട്സ് വായിച്ച് നോക്കുക. അപ്പം ഞാൻ നോട്ട്സിൻ്റെതായിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കുന്നില്ല. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വേണ്ടവർ ഒന്ന് വായിച്ച് നോക്കുക. അപ്പം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെന്റർ ടു ദ പ്രിൻസിപ്പൽ
ഫോക്കസ് ഓഫ് ദ ലെൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണെന്നുള്ളത് നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമുക്ക് നോക്കാനുള്ളത്. ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിനെ നമ്മൾ എന്താണ് പറയാന്നാണ്. ഓപ്ഷൻ എ ഇലക്ട്രോണിക്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഓപ്ഷൻ സി വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്, ഓപ്ഷൻ ഡി വരുന്നത് ഇലക്ട്രോൺ ഗ്രാവിറ്റി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ളത് ഓപ്ഷൻ സി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ള ടേമാണ് നമ്മളിപ്പോൾ പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സ്റ്റഡി ഓഫ് electrical charges that can be collected and held in one place. അപ്പം അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ നമ്മൾ ദ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ദാറ്റ് ക്യാൻ ബി കളക്റ്റഡ് ആൻഡ് ഹെൽഡ് ഇൻ വൺ പ്ലേസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് എന്നുള്ളത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ദ ലെൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലെൻസ് ക്ലോസസ് ടു ദ ഒബ്സർവേഴ്സ് ഐ അല്ലേ. ആ ലെൻസിന് നമ്മൾ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ഒബ്ജക്ട് പെയിൻ, ഓപ്ഷൻ ബി ഐ പീസ്, ഓപ്ഷൻ സി ന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി പ്രിസം അല്ലേ. ഒബ്സർവേഴ്സിന്റെ ഐയുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളതിന് നമ്മൾ പറയുന്നത് ഐ പീസ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കുക. ദ ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ദ ലെൻസ് ഓഫ് സിസ്റ്റം ലെൻസസ് ക്ലോസസ്റ്റ് ടു ദ ഒബ്സർവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പീസ് ആണ് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യന് ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഇൻ CGS സിസ്റ്റംസ് ദ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി. ദ CGS സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പോയിസ്, ഓപ്ഷൻ ബി Newton/mm², ഓപ്ഷൻ സി സെന്റിപോയിസസ്, ഓപ്ഷൻ ഡി m³/s. ഏതാണ് ആൻസർ വരുന്നത്? ഇപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അനദർ അഡ്ജസന്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് അല്ലേ. അപ്പം അതാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്നതിൽ വിസ്കോസിറ്റിൻ്റെത് ഏതാണ് യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, പോയിസ് ആണ് അല്ലേ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നമുക്ക് വിസ്കോസിറ്റി എന്താണെന്നും കൂടെ ജസ്റ്റ് ചെയ്യാനൊന്ന് എഴുതാം. അപ്പം വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി എന്താണ്? ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് which offers
which offers resistance to the movement of one layer of fluid over another adjacent layer ഓഫ് ഫ്ലൂയിഡ് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റിൻ്റെ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ യൂണിറ്റ് വരുന്നത് പോയിസ് ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. CGS സിസ്റ്റം ആണെങ്കിൽ ഓരോ സിസ്റ്റംസ് ഏതാണെന്നും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ഏതാണെന്നും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അറിയാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പോയിസ് എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ടെക്നിക് ഓഫ് മെഷറിംഗ് വെരി ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഏതാണ് വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ പൈറോ ഇലക്ട്രിസിറ്റി, ഓപ്ഷൻ ബി പൈറോമെട്രി, ഓപ്ഷൻ സി പ്രീ സ്പൈബോപ്പിയ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. അപ്പം ഏതാണ് ഇതിൽ ആൻസർ വരുന്നത്? ദ ടെക്നിക് ഓഫ് മെഷറിംഗ് വെരി ഹൈ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ആൻസർ അറിയാത്തവർ നോക്കുക. ദ ടെക്നിക് ഓഫ് മെഷറിംഗ് ഹൈ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈറോമെട്രി ആണ് ആൻസർ വരുന്നത്. പൈറോമെട്രി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കിത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു നോട്ട്സ് ആയിട്ട് ഞാൻ എഴുതി തരാം. അപ്പോൾ പൈറോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർ നോക്കി വെക്കുക. പൈറോമെട്രി എന്താണ്? പൈറോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോമീറ്റർ അല്ലെ. പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിവൈസ് മെഷർ ഫോർ. ഇപ്പം നമ്മൾ പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ പൈറോമീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയുന്നതാണ് പൈറോമെട്രി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പൈറോമെട്രി എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഡിവൈസിനെ നമ്മൾ എന്താണ് പറയുന്നത്? പൈറോമീറ്റർ അല്ലേ. പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എന്താണ്? റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു പൈറോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ എന്നുള്ളത് വെച്ചിട്ട് ഓർത്ത് വെക്കുക. പൈറോമെട്രി എന്നുള്ളതും പൈറോമീറ്ററും ഒക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മളടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള വേറൊരു ടൈമാണ് പൈറോ ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പം നിങ്ങൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൈറോ ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു ടേമും കാണാൻ പറ്റും. അപ്പം പൈറോ ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. പൈറോ ഇലക്ട്രിസിറ്റി. അപ്പം എന്താണ് പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർട്ടൻ മെറ്റീരിയലിൻ്റെ ഒരു എബിലിറ്റി ആണ് കേട്ടോ. എന്താണ് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ജനറേറ്റ് ആൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ വെൻ ദേ ആർ ഹീറ്റഡ് ഓർ കൂൾഡ്. അപ്പം അതിനെയാണ് നമ്മൾ പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി of certain material to generate an electricity അല്ലെങ്കിൽ an electrical potential when they are heated or cooled. When they are heated or cooled എന്നുള്ളത്
നോട്ട് ചെയ്ത് വെക്കുക. അതാണ് പൈറോ ഇലക്ട്രിസിറ്റി എന്നുള്ളത്. പിന്നെ നമ്മൾ നമ്മൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ടേം കാണാം, പ്രിസ്ബയോപ്പിയ അല്ലെ. അപ്പം പ്രിസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടതിനെ കൊണ്ട് മാത്രം എടുത്തിട്ടതാണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് വെച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, സ്പീഡ് അടിച്ചിട്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണെങ്കിൽ അങ്ങനെയും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. പ്രിസ്ബയോപ്പിയ അല്ലെ. പ്രിസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏജർ ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മളെ കണ്ണിന്റെ ലെൻസ് ഹാർഡറും അതുപോലെ തന്നെ ലെസ് എലാസ്റ്റിക്കും ആവും. ഇതെന്തിനു കാരണമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനൊക്കെ അല്ലെ, ക്ലോസർ ഒബ്ജക്റ്റിനെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രിസ്ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രിസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, as pupil age the lens becomes harder and less elastic, making it more difficult for the eye to focus on close object അല്ലേ, ക്ലോസ് ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ പ്രിസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ടെക്നിക് ഓഫ് മെഷറിംഗ് വെരി ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് പൈറോമെട്രി ആണ്. നമ്മൾ പൈറോമീറ്റർ ആണ് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പൈറോമെട്രി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ് ആർ സീൻ ക്ലിയർലി ബട്ട് ദ ക്ലോസർ ഒബ്ജക്ട്സ് ആർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അപ്പൊ അതിന് നമ്മൾ എന്താണ് പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രിസ്ബയോപ്പിയ തന്നെയാണ് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്താണ് പറയുന്നത്, ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി എനർജി, ഓപ്ഷൻ സി വെലോസിറ്റി, ഓപ്ഷൻ ഡി പ്രഷർ അല്ലേ. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വരുന്നത് ഏതാണ്, പ്രഷർ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ ആണ് ആൻസർ വരിക. അതുപോലെ തന്നെ ജൂൾ അല്ലേ, ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. യൂണിറ്റ് ഓഫ് വർക്ക് ഓർ എനർജി ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പൊ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടി ആണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്, ദാറ്റ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ആൻ ഒബ്ജക്റ്റ് ഇൻ ഓർഡർ ടു പെർഫോം എ വർക്ക് അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ എനർജി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജി ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് പ്രോപ്പർട്ടി ദാറ്റ് മസ്റ്റ് be transferred to an object in order to perform work അല്ലേ. in order to perform വർക്ക്, അതിനാണ് നമ്മൾ എനർജി എന്നുള്ളത് ടേമിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു പ്രഷർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ബാക്കി കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജി എന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ജൂൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
ഇനി നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്കാണ് പോകാനുള്ളത്. ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് ദ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ അല്ലേ. അപ്പൊ അതിന് നമ്മൾ എന്താണ് പറയുക? ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് ദ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ. ഓപ്ഷൻ എ വരുന്നത് സൊളോവോളൈസിസ്, ഓപ്ഷൻ ബി വരുന്നത് ഹാർഡ്നെസ്, ഓപ്ഷൻ സി വരുന്നത് മൊളാലിറ്റി, ഓപ്ഷൻ ഡി സോൾവേഷൻ അല്ലേ. അപ്പം ഇത് മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. മൊളാലിറ്റി ആണ് ആൻസർ വരുന്നത്. ദ മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് ദ സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് മൊളാലിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദ സേഫ് സ്ട്രെസ് അല്ലേ. ഏതാണ് വരുന്നത്? ഇതൊക്കെ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഏരിയ തന്നെയാണ് അല്ലേ. എന്നാണ് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദ സേഫ് സ്ട്രെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ സ്ട്രെസ്, ഓപ്ഷൻ ബി ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഓപ്ഷൻ സി സ്ട്രെയിൻ, ഓപ്ഷൻ ഡി വർക്കിംഗ് സ്ട്രെസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് സിമ്പിൾ ആണല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ആൻസർ വരുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ നമുക്ക് സേഫ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും അല്ലേ. അതിനാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് ഓർ സേഫ് സ്ട്രെസ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണല്ലേ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് യൂണിറ്റ് വരുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ അതിനെ വെച്ച് കണക്ട് ചെയ്ത് തന്നെ നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നുള്ള യൂണിറ്റ് ഒക്കെ ഓർത്ത് വെക്കുക. ഓർ പാസ്കൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 1 കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പാസ്കൽ ആണ് അല്ലേ. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് അല്ലേ. ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഒരു യൂണിറ്റ്ലെസ് ആണല്ലേ വരുന്നത്. പിന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എലാസ്റ്റിക് ഡിസൈൻ മെത്തേഡ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ദ സേഫ് സ്ട്രെസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്കൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? നമ്മൾക്കിപ്പം when a body is subjected to some external forces there is some changes in the dimension of the body. അങ്ങനെ വരുന്ന സമയത്ത് the ratio of change in dimension of the body to the original dimension അല്ലേ, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അല്ലാത്തവർ ഇതെന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് വരുന്നത്. ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ അല്ലേ. എന്താണ് അതിന് പറയുക? ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ ആണെങ്കിൽ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ പൊട്ടൻഷ്യൽ എനർജി, ഓപ്ഷൻ ബി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി മെക്കാനിക്കൽ എനർജി, ഓപ്ഷൻ ഡി അബ്സല്യൂട്ട് എനർജി അല്ലേ. ഏതാണ് വരിക? നമുക്ക് മൂവിങ് ഓഫ് എ ബോഡി അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്താണ് വരുന്നത്? possessed by a body due to change in its position എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരിക കൈനറ്റിക് എനർജി ആണ് അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോഡി ഇൻ മോഷൻ അല്ലേ. ബോഡി ഇൻ മോഷൻ ആണ്. അതുപോലെ തന്നെ ദ amount of kinetic energy of a moving body depends on എന്തൊക്കെയാണ്? മാസ് ഓഫ് ദ ബോഡി ആണ് അല്ലേ. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് കൈനറ്റിക് എനർജി ആണ്. പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു എനർജീനെ അല്ലേ. അപ്പം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പൊസിഷൻ അല്ലേ. പൊസിഷൻ ഓർ
കണ്ടീഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ആണ് അല്ലേ. എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് പൊസിഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആ ഒരു പൊസിഷൻ എന്നുള്ള ടേം കൊണ്ട് ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ മോഷൻ എന്നുള്ള ടേം ആണ് അല്ലേ. മോഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നില്ല. പിന്നെ മെക്കാനിക്കൽ എനർജി അല്ലേ. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സം ഓഫ് കൈനറ്റിക്കൽ എനർജി, അല്ലെങ്കിൽ പറയുക എന്താണ്, എനർജി ഓഫ് എ മോഷൻ അല്ലേ. ആൻഡ് ഏതാണ് വരിക, മോഷൻ ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് വരിക, എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം ബൈ ദ റീസൺ ഓഫ് ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് പാർട്ട് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് മെക്കാനിക്കൽ എനർജി എന്നുള്ളതിൽ വരുന്നത്. അപ്പം എന്താണ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി നോക്കി, മെക്കാനിക്കൽ എനർജി എന്നുള്ളതും നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ ഏതാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കണ്ടീഷൻ എന്നാണ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് by an object as a result of its പൊസിഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെക്കാനിക്കൽ എനർജി ഈസ് ദ സം ഓഫ് കൈനറ്റിക്കൽ എനർജി അല്ലേ. സം ഓഫ് കൈനറ്റിക്കൽ എനർജി എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഓർ ദ എനർജി ഓഫ് മോഷൻ ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി ഓർ എന്താണ്, എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം, എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം ബൈ റീസൺ ഓഫ് ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് മെക്കാനിക്കൽ എനർജി എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇതിവിടെ നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് കൈനറ്റിക് എനർജിയാണ്. ആ ഒരു അതിൻ്റെ പൊസിഷൻ കാരണം ഉണ്ടാകുന്നതാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് പൊട്ടൻഷ്യൽ എനർജീനെ പൊസിഷൻ എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചിട്ട് രണ്ടും പി എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. അപ്പം പൊട്ടൻഷ്യൽ എനർജി മനസ്സിലാക്കി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്നുള്ളത് മോഷൻ ആണെന്നുള്ളത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 വരുന്നത് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ റിലേറ്റീവ് ഡെൻസിറ്റി, ഓപ്ഷൻ ബി റിലേറ്റീവ് ഗ്രാവിറ്റി, ഓപ്ഷൻ സി സ്പെസിഫിക് ഗ്രാവിറ്റി, ഓപ്ഷൻ ഡി വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് വരുന്നത്, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അല്ലേ. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പം അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്പെസിഫിക് ഗ്രാവിറ്റി, റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്, ദ മീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഷുഗർ കണ്ടന്റ് ഓഫ് എ സൊല്യൂഷൻ അല്ലേ. അപ്പം ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഓപ്ഷൻ എ ഹൈഡ്രോമീറ്റർ, ഓപ്ഷൻ ബി സാക്കറോമീറ്റർ, ഓപ്ഷൻ സി ലാക്ടോമീറ്റർ, ഓപ്ഷൻ ഡി ആൽക്കഹോളോമീറ്റർ. ഏതാണ് വരുന്നത്, ദ മീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഷുഗർ കണ്ടന്റ് ഓഫ് എ സൊല്യൂഷൻ അല്ലേ. ഷുഗർ കണ്ടന്റ് ഓഫ് എ സൊല്യൂഷൻ എന്നുള്ളത് ഏതാണ് ആൻസർ വരുന്നത്, അത്
നിങ്ങൾക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയുന്നവരാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ തന്നിട്ടുള്ളതിൽ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ SS എന്നുള്ള രീതിയിൽ ഷുഗർ എന്നുള്ളത് സെക്കറോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഷുഗറിനൊപ്പം സക്കറി എന്നുള്ള പേരൊക്കെ നിങ്ങൾ ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇത് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയ ആയിട്ടല്ല, ജസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടതിനെ കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പം സെക്കറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈഡ്രോമീറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ സൊല്യൂഷൻസ്. സെക്കറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹൈഡ്രോമീറ്റർ used for determining amount of sugar in solution. അപ്പം അതിനെയാണ് നമ്മൾ സെക്രോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ആണ് അല്ലേ. അപ്പം ഹൈഡ്രോമീറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ട എന്താണ്? ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ലിക്വിഡ് എന്നുള്ളതാണ് ഹൈഡ്രോമീറ്ററിൽ ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ആണ് അല്ലേ. അപ്പം ലാക്ടോ എന്നുള്ള വാക്കിനെ നമുക്ക് കണക്ട് ചെയ്ത് മിൽക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് മിൽക്കിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. അപ്പം ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റ്. ഇത് സെയിം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിലബസിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോവാം, വേണ്ടവർ മാത്രം കേട്ടാൽ മതി. അപ്പോൾ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് മിൽക്കാണ് നമ്മൾ ലാക്ടോമീറ്റർ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ആൽക്കഹോളോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷറിംഗ് ദ ഹയർ ലെവൽ ഓഫ് ആൽക്കഹോൾ ഇൻ സ്പിരിറ്റ്. നമ്മുടെ സ്പിരിറ്റിലുള്ള ആ ഒരു ആൽക്കഹോളിൻ്റെ ഹയർ ലെവൽ മെഷർ ചെയ്യുന്നതാണ് ആൽക്കഹോളോമീറ്റർ. അത് നമുക്ക് ആ ഒരു പേര് വെച്ച് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൽക്കഹോളോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് higher levels of alcohol in spirit എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് ആൽക്കഹോളോമീറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മളത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ദ മീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഷുഗർ കണ്ടന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കറോമീറ്റർ ആണ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ ആണ് അല്ലേ വരിക. പിന്നെ അതുപോലെ തന്നെ യൂസ്ഡ് ടു മെഷർ അല്ലെ ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ആണെങ്കിൽ ലാക്ടോമീറ്റർ ആണ്. പിന്നെ ആ ഒരു നമുക്ക് സ്പിരിറ്റിലുള്ള ആൽക്കഹോളിൻ്റെ കണ്ടന്റ് അതിൻ്റെ ഹയർ ലെവലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആൽക്കഹോളോമീറ്റർ ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, സെക്രോമീറ്റർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് യൂണിഫോം ഫ്ലോ, ഓപ്ഷൻ ബി സ്റ്റഡി ഫ്ലോ, ഓപ്ഷൻ സി ലാമിനാർ, ഓപ്ഷൻ ഡി അൺസ്റ്റഡി ഫ്ലോ. അപ്പം ഇതിൽ ഓരോന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ, യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് സ്റ്റഡി ഫ്ലോ എന്നല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റഡി ഫ്ലോ എന്നുള്ളത്. പിന്നെ നമുക്ക് യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡസ് നോട്ട് ചേഞ്ച് ഇൻ അതിൻ്റെ ആ ഒരു വെലോസിറ്റി അല്ലേ, വെലോസിറ്റി അറ്റ് ദ ഗിവൺ ടൈം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണെങ്കിൽ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? A fluid particles move along well defined paths or streamline ആണെങ്കിൽ അതിനെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയും. അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ the fluid velocity, pressure or density at the point changes with respect to time അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ലാമിനാർ ഫ്ലോയും അൺസ്റ്റഡി ഫ്ലോയും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പം മനസ്സിലാക്കി പഠിക്കാം. അപ്പം നമുക്ക് യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
in which the velocity at given time does not changes with respect to സ്പേസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ട് പറയും. പിന്നെ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവ് along well defined path or സ്ട്രീം ലൈനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ് വെലോസിറ്റി പ്രഷർ ഓർ ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ അല്ലേ, അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് എന്താണ് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് വെലോസിറ്റി pressure or density at a point changes with respect to time അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് ദ ഡിസ്ചാർജ് ഓഫ് റൈറ്റ് ആംഗുലാർ നോച്ച്. ഓപ്ഷൻസ് നോക്കാം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ എ equal to 1.417 h raised to 5/2. പിന്നെ അതുപോലെ തന്നെ CH raised to 1/8. ഓപ്ഷൻ ബി വരുന്നത് CH raised to 1/8. ഓപ്ഷൻ സി വരുന്നത് 8/15 CD √2GH. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്നത് 2/3 CD √2GH raised to 3/2 അല്ലേ. അപ്പം ദ ഡിസ്ചാർജ് ഓഫ് റൈറ്റ് ആംഗുലാർ നോച്ച് വരുന്നത് ഏതാണ്? ദ ഡിസ്ചാർജ് ഓഫ് റൈറ്റ് ആംഗുലാർ നോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് വരുന്നത് 1.417 h raised to 5/2 എന്നുള്ളതാണല്ലേ വരുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക. അവിടെ ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അതുപോലെ തന്നെ റെക്ടാങ്കുലാർ നോച്ചിൻ്റെതും നോട്ട് ചെയ്ത് വെക്കുക, ട്രയാങ്കുലാർ നോച്ചിൻ്റെതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ആണ് വരുന്നത്. ഏതാണ് റേഷ്യോ വരുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രോളിക് ഡെപ്ത്, ഓപ്ഷൻ ബി ഗ്രേഡിയന്റ് ലൈൻ, ഓപ്ഷൻ സി ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഓപ്ഷൻ ഡി ടോട്ടൽ എനർജി ലൈൻ. ആൻസർ വരെ ഏതാണ്? റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. അപ്പം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ ആണെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കുകയാണെങ്കിൽ ദ ഡെപ്ത് ഓഫ് ലിക്വിഡ് ഇൻ ചാനൽ ഫോർ വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം ആണെങ്കിൽ അത് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ മിനിമം ഡെപ്ത്, ഓപ്ഷൻ ബി സ്റ്റാറ്റിക് ഡെപ്ത്, ഓപ്ഷൻ സി സ്പെസിഫിക് ഡെപ്ത്, ഓപ്ഷൻ ഡി ക്രിട്ടിക്കൽ ഡെപ്ത് അല്ലേ. ദ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് ഇൻ ചാനൽ ഫോർ വിച്ച് ദ സ്പെസിഫിക് എനർജി ഈസ് മിനിമം ആണെങ്കിൽ അത് നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്നുള്ളത്. ആ ഒരു ടേം അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ critical depth may be defined as the depth corresponding to the minimum specific energy discharge remaining constant എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ദ ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് നമ്മൾക്ക് തന്നിട്ടുണ്ട്
2°30' ഈസ്റ്റ്, സൗത്ത് 2°30' ഈസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓക്കെ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 182°30', ഓപ്ഷൻ ബി 178°30', ഓപ്ഷൻ സി 177°30', ഓപ്ഷൻ ഡി 87°30'. അല്ലേ? അപ്പോൾ നമുക്ക് ഹോൾ സർക്കിൾ ക്വാഡ്രൻഷ്യൽ ബിയറിംഗിൽ തന്നിട്ട് ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാഡ്രൻഷ്യൽ ബിയറിംഗിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവുമല്ലോ. അപ്പം ഈ ഒരു റെഡ്യൂസ്ഡ് ബിയറിംഗ് പറഞ്ഞിട്ടുള്ളത് സൗത്ത് 2°, അല്ലേ? എവിടെയാണ്? സൗത്ത് 2°30' ഈസ്റ്റിലാണ്, അല്ലേ? അപ്പം ഈ ഒരു സൈഡിലേക്കാണ് നമുക്ക് വരിക. അപ്പം ഇതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എങ്കിൽ ക്വാഡ്രൻഷ്യൽ ബിയറിംഗ് വരുന്നത് ഇവിടെ നിന്നാണ്, അല്ലേ? ഇതേ രീതിയിലായിരിക്കും നമുക്ക് വരിക ക്വാഡ്രൻഷ്യൽ ബിയറിംഗ്. അപ്പം എന്തായാലും 180 കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും, അല്ലേ? 180 കുറഞ്ഞൊരു വാല്യൂ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ 2 180 കുറവ് നമുക്കുള്ളത്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹോൾ സർക്കിൾ ബിയറിംഗ് കിട്ടുക? 180° മൈനസ് 2°30' ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ WCB കിട്ടും, അല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 177°30' ആണ്. അപ്പോൾ 180 അതെങ്ങനെയാണ് മൈനസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കാണെങ്കിൽ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം 180° എന്നുള്ളതിനെ നമ്മൾ 179°60' നമുക്കിതിനെ എഴുതാൻ പറ്റും, അല്ലേ? ഇത് തന്നെയാണ്, അല്ലേ? 180° എന്ന് പറയുന്നത് ഈക്വൽ ടു 180° ആണ് വരുന്നത്. അപ്പം 179°60' നമുക്ക് മൈനസ് ചെയ്യേണ്ടത് എത്രയാണ്? 2°30' ആണ്, അല്ലേ? അപ്പോൾ 60 30 പോകുമ്പോൾ നമുക്ക് 30 കിട്ടും. അതുപോലെ തന്നെ 9 2 പോകുമ്പോൾ നമുക്ക് 7 കിട്ടും. പിന്നെ ബാലൻസ് ഉള്ള 7 1, അല്ലേ? അപ്പം 177°30', അല്ലേ? അപ്പം ഇങ്ങനെയാണിത് മൈനസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 177°30'. ഇതിൽ മൈനസ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് നോക്കി വെക്കുക. 180°ന്ന് ഡയറക്റ്റ് 2°30' മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടായിരിക്കും 180°നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 179°60' എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മിനിറ്റ് വരുന്നതിനെയും ഡിഗ്രി വരുന്നതിനെയും കറക്റ്റ് മൈനസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 177°30' ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ഇൻ എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് when the line of collimation is horizontal, the vertical circ vernier must be read. Option A 0, ഓപ്ഷൻ ബി +20 ഓപ്ഷൻ സി 20 -20, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്, അല്ലേ? ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ഇൻ ദ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് when the line of collimation is horizontal, the vertical circle vernier must be read. എന്താണ് vertical സർക്കിൾ ഓഫ് ദ വെർനിയർ മസ്റ്റ് റീഡ് ഏതാണെന്ന് നോക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് തിയോഡലൈറ്റ്, അല്ലേ? അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് എ തിയോഡലൈറ്റ് ഏതൊക്കെയാണ്? നമുക്ക് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് തിയോഡലൈറ്റ് വരുന്നത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ഓർക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ് വരുന്നത് ദ ഡിസൈഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ, നമുക്ക് ഈ ഒരു ഫണ്ടമെന്റൽ ലൈൻസ്, അല്ലേ? ഫണ്ടമെന്റൽ ലൈൻസ് നോക്കാനുണ്ട്. ഫണ്ടമെന്റൽ ലൈൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ദ ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്, അല്ലേ? ദ ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ must be perpendicular to എന്താണ്? വെർട്ടിക്കൽ ആക്സിസ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ഫണ്ടമെന്റൽ ഒരു ലൈൻസ് ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. പിന്നെ സെക്കൻഡ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ദ ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് കോയിൻസൈഡ് വിത്ത് ദ ഒപ്റ്റിക്കൽ ആക്സിസ് ഓഫ് ദ ടെലിസ്കോപ്പ് ആൻഡ് ഷുഡ് ഓൾസോ ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്, അല്ലേ? എന്താണ്? ദ ലൈൻ of collimation should coincide with the optical axis of the telescope and should also be perpendicular to the vertical axis.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഒരു പോയിന്റ് ആണ് ദ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് മസ്റ്റ് ബി പാരലൽ ടു ദ ലൈൻ ഓഫ് കോളിമേഷൻ അല്ലേ. ദ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് must be parallel to the line of collimation എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ലാസ്റ്റ് വൺ ആണ് ദ ലൈൻ ഓഫ് കോളിമേഷൻ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ദ വെർട്ടിക്കൽ സർക്കിൾ ഷുഡ് റീഡ് എന്താണ് 0 വെൻ ദ ലൈൻ ഓഫ് കോളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദ ലൈൻ of collimation must be perpendicular to the horizontal axis and the vertical circle should read 0 when the line of collimation is horizontal. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണല്ലോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ളത്. The vertical circle should 0 when the line of collimation is horizontal അല്ലേ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? In transit theodolite when the line of collimation is horizontal the vertical circle vernier must be read 0 ആണല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 0 ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നോക്കാനുള്ളത്. ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലോഡ് അല്ലേ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഷിയർ സ്ട്രെസ്, ഓപ്ഷൻ ബി ഷിയർ സ്ട്രെയിൻ, ഓപ്ഷൻ സി ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ഡി സ്ട്രെയിൻ ആണ് വരുന്നത്. എന്താണ് ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? ഒന്നുകൂടെ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഷിയർ സ്ട്രെസ്, ഓപ്ഷൻ ബി ഷിയർ സ്ട്രെയിൻ, ഓപ്ഷൻ സി എലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ഡി വരുന്നത് സ്ട്രെയിൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി എലാസ്റ്റിക് ലിമിറ്റ് ആണല്ലേ ആൻസർ വരുന്നത്. അപ്പം സ്ട്രെയിൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ഇത് ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ളത് അല്ലേ. അപ്പം ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഡ്യൂ ടു ദ ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ ഡ്യൂ ടു ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റഡ് ടു 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വെൻ ആർ ആക്ടിങ് അല്ലെങ്കിൽ വിച്ച് ആർ ആക്ടിങ് ടാൻജൻഷ്യലി അക്രോസ് ദ റെസിസ്റ്റിംഗ് സെക്ഷൻ ഓഫ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ ബോഡി ടെൻസ് ടു ഷിയർ ഓഫ് അക്രോസ് ദ സെക്ഷൻ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് എന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ടായിട്ട് എഴുതി തരാം. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് in a body which അല്ലെങ്കിൽ when subjected to 2 equal and opposite forces. നോക്കി വെക്കുക. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് പറയുന്നത്. ഫോഴ്സസ് which are acting എങ്ങനെയാണ്? ടാൻജൻഷ്യലി ആണ്. ടാൻജൻഷ്യലി അക്രോസ് ദ resisting section as a result of which the body tends to shear off across that section എന്നുള്ളത്
നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഷിയർ സ്ട്രെസ് എന്നുള്ളത്. ഷിയർ സ്ട്രെസ് ആണ് എന്താണെന്ന് മനസ്സിലായി. ഷിയർ സ്ട്രെയിൻ എന്താണെന്ന് മനസ്സിലായി. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ ഡ്യൂ ടു ദ ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നോർമലി സ്ട്രെയിൻ എന്താണെന്നും മനസ്സിലായി അല്ലേ? അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഏതാണ്? എലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിലുള്ള ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ആഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോർഷൻസും കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണ് നമ്മൾ പ്ലേലിസ്റ്റിൽ ഓൾറെഡി റിവിഷൻ സീരീസ് ഓവർസിയർ ഗ്രേഡ് 1 എന്നുള്ളതിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം നമ്മളെ സിലബസിലെ ഏരിയാസും തിയറിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രേഡ് 1 പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് കൂടാണ്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെതും നമ്മൾ അല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോർഷൻ റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഓരോ ഏരിയാസും കവർ ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ലാണ്ടാണെങ്കിൽ ക്ലാസ്സസിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് ബേസിലുള്ളത് നിങ്ങൾ നോക്കുക. അത് നിങ്ങളിപ്പോൾ ഗ്രേഡ് 1 എക്സാമിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി റിവിഷൻ സീരീസ് ചെയ്തിട്ടുള്ളത് നോട്ട്സ് തന്നെ നോക്കിയാൽ മതി. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ റിവിഷനിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കറക്റ്റ് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇൻ കേസ് നമ്മളിപ്പോൾ പറയുന്നതും ഇപ്പം നോട്ട് എഴുതുന്നതും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു എന്തെങ്കിലും ഇൻ കേസ് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലുണ്ടായ മിസ്റ്റേക്സ് നമ്മളെ വീഡിയോൻ്റെ ഫസ്റ്റിൽ തന്നെ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ടാവാന്നല്ല, പക്ഷെ നമുക്ക് മിസ്റ്റേക്കും ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പം ഇൻ കേസ് എന്തെങ്കിലും അറിയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സസിലും പറയാറുണ്ട്. എന്തെങ്കിലും ചിലപ്പം പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും, എഴുതുന്ന കാര്യങ്ങൾ ചിലപ്പം എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചസ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് തോന്നിയാൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ക്ലാസ്സസ് കേൾക്കുന്ന സമയത്ത് ആ ഒരു പിന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നമുക്ക് പഠിക്കുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു പോകുന്നതാണല്ലേ നല്ലത്. നമ്മൾ പറയുന്ന സമയത്ത് തിയറി പറയുന്ന സമയത്ത് നമ്മൾ എഴുതുന്നതും കറക്റ്റ് ആണെന്നുള്ള ആ ഒരു ഫ്ലോയിലായിരിക്കും ചിലപ്പോൾ ഇൻ കേസ് മിസ്റ്റേക്ക് വരുന്ന സമയത്ത് എഴുതുക. അപ്പം അത് റോങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ആ ഒരു പിന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റ് ഒന്ന് ഓരോ ക്ലാസ്സസ് കാണുന്ന സമയത്തും നോട്ട് ചെയ്ത് നോക്കുക. ഇൻ കേസ് നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്നതാണെങ്കിലും അതിലെന്തെങ്കിലും എക്സ്പാൻഷൻ പറയുന്നതിൽ അങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സസ് കാണുന്ന സമയത്തും ജസ്റ്റ് എന്തെങ്കിലും നോട്ട്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേഡ് 1 സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ സിലബസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സസോട് കൂടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവലിൽ എക്സാംസ് വരുന്നുണ്ടല്ലേ. അപ്പം മാക്സിമം ഇനി നമുക്ക് ക്ലാസ്സസിലേക്കും അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും തിയറിയും ഒക്കെ നോക്കാം. അപ്പോൾ നമ്മൾ തിയറി ക്ലാസ് മാത്രമാണ് ഇത്. അത് നമ്മൾ ഓൾറെഡി ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോളിൽ നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിയറി വെച്ചിട്ട് ക്ലാസ് എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്രേഡ് 1 ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം കറക്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. തിയറി പഠിച്ചാൽ മാത്രം പോരാ, തിയറി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും പിന്നെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും തിയറിയും ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ഏരിയ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് നിങ്ങൾ സെറ്റാക്കി വെച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവിഷനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എക്സാംസ് എന്തായാലും നമ്മൾ ഓൾറെഡി ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. മാക്സിമം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ടോ ഒരു ടൈമിലൊക്കെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ തിയറീൻ്റെ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് നോട്ട് എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യമൊന്നും അറിയില്ലെങ്കിൽ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം
എഴുതാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എത്ര കാര്യങ്ങളാണോ പഠിച്ചത്, ആ ഒരു ഓവർസെറ്റ് ഗ്രേഡ് 1 നമുക്ക് ഒരുപാട് ഒരു വൈഡ് സിലബസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഓക്കെ ആയിരിക്കും. ഇൻ കേസ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് എന്നുള്ള രീതിയിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഗ്രേഡ് 2 ഗ്രേഡ് 3യിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിലാണെങ്കിൽ ടെൻഷൻ അല്ലാണ്ട് കൂളായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ്സിൽ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് അറിയാത്തൊരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും തിയറിയോ കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂളാവുക. പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കും. നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഫുള്ള് പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടഫാണെങ്കിൽ എക്സാം എല്ലാവർക്കും ടഫായിരിക്കും എന്നുള്ള ആ ഒരു കോമൺ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ എക്സാം എഴുതാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.